ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഓട്സ് ഒക്കെ വെച്ചിട്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു സ്മൂത്തിയാണ്. നമ്മളിതിലേക്ക് പഞ്ചസാരയൊന്നും ചേർക്കണില്ല കേട്ടോ. തയ്യാറാക്കാനും നല്ല എളുപ്പമാണ്, കുടിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈസി ആയിട്ടുള്ള ഈ ഒരു സ്മൂത്തി റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ടൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1/4 കപ്പ് ഓട്സ് ആണ്. ഇതിനി നല്ലപോലെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് 2-3 മിനിറ്റ് നേരം ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. ഹൈ ഫ്ലെയിമിലൊന്നും വെക്കരുത്. ഹൈ ഫ്ലെയിമിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഓട്സൊക്കെ കരിഞ്ഞു പോകും. ഇത് ഇൻസ്റ്റൻറ്റ് ഓട്സ് ആണ് കേട്ടോ. നമുക്ക് സാധാരണ കടയിലൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടില്ലേ, അതെല്ലാം തന്നെ ഇൻസ്റ്റൻറ്റ് ഓട്സ് ആണേ. നമുക്ക് റോൾഡ് ഓട്സ് എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാനായിട്ട് കിട്ടും. അത് എല്ലാ കടകളിലും കിട്ടുന്ന തോന്നണില്ല. അതിനകത്താകുമ്പോൾ ഇതിനെ കഴിഞ്ഞ ഫൈബർ കണ്ടൻറ്റ് ഒന്നും കൂടെ കൂടുതലായിരിക്കും. നിങ്ങളുടെ കയ്യിൽ റോൾഡ് ഓട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. 2-3 മിനിറ്റൊക്കെ ആകുമ്പോൾ തന്നെ ഇത് നല്ലപോലെ റോസ്റ്റായിട്ടുണ്ടാവും. ഇങ്ങനെ കയ്യിലെടുത്ത് നോക്കണ സമയത്ത് നമുക്കിത് പൊട്ടിക്കാനായിട്ട് പറ്റണം. ഈ ഒരു പാകത്തിലാണ് കേട്ടോ നമുക്കിത് കിട്ടേണ്ടത്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി അടുത്തതായിട്ട് നമുക്ക് എടുക്കേണ്ടത് ഡേറ്റ്സ് ആണ്. ഞാനിവിടെ 7 ഡേറ്റ്സ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഡേറ്റ്സ് ഇതിനെ കഴിഞ്ഞും കൂടുതലായിട്ട് എടുത്താലും കുഴപ്പമില്ല, ഇതിനെ വെച്ചും കുറഞ്ഞു പോകരുതേ. നമ്മൾ എക്സ്ട്രാ പഞ്ചസാരയൊന്നും ചേർത്തിട്ടല്ല ഈ ഒരു സ്മൂത്തി റെഡിയാക്കണത്. അപ്പോൾ ഡേറ്റ്സിൻ്റെ അളവൊക്കെ ഒത്തിരി കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ സ്മൂത്തിക്ക് മധുരം കുറഞ്ഞു പോകും. അപ്പോൾ കുടിക്കാനായിട്ട് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി ഇത് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കണം. അതിനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ മൈദയാണ്. മൈദയ്ക്ക് പകരം അരിപ്പൊടി എടുത്താലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇത് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കാം. നമുക്ക് ഈ ഡേറ്റ്സൊക്കെ കിട്ടുക കഴുകിയിട്ടല്ല. അപ്പോൾ ഡേറ്റ്സൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതിന് മുന്നേ എപ്പോഴും ഒന്ന് കഴുകിയെടുക്കുന്നത് നല്ലതാണ്. ഈന്തപ്പഴത്തിൽ നല്ലോണം അഴുക്കും ഒത്തിരി ഡസ്റ്റ് പാർട്ടിക്കിൾസൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. നമ്മളിപ്പോൾ ഇങ്ങനെ മൈദ ചേർത്തിട്ട് ഇത് കഴുകുമ്പോൾ ഈ മൈദ അതിലെ ഡസ്റ്റ് പാർട്ടിക്കിൾസും അഴുക്കും ഒക്കെ അബ്സോർബ് ചെയ്യും. ഈന്തപ്പഴമൊക്കെ നമുക്കിത് ഇങ്ങനെ ക്ലീനായിട്ട് കിട്ടും. ഞാനിത് കുരുവൊക്കെ കളഞ്ഞിട്ട് എടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പാൽ കൂടെ ഒഴിച്ചു കൊടുക്കാം. ഒപ്പം തന്നെ 8 കാഷ്യൂസും കൂടെ ഇട്ട് കൊടുക്കണുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് നേരം ഇത് കുതിരാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. പാലിന് പകരം വെള്ളം ചേർത്താലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ സ്മൂത്തി റെഡിയാക്കണ സമയത്ത് പെട്ടെന്ന് അരഞ്ഞ് കിട്ടാനായിട്ടാണ് ഇങ്ങനെ ഒന്ന് കുതിർത്ത് വെക്കണത്. ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഡയറക്റ്റ് ചേർത്താലും മതി. ഇനി നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഓട്സില്ലേ, ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതും 10 മിനിറ്റ് നേരം ഒന്ന് കുതിരാനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇതും നിർബന്ധമുള്ള കാര്യമല്ല, ഒട്ടും സമയമില്ലെങ്കിൽ ഡയറക്റ്റ് അടിച്ചെടുത്താൽ മതിയാകും. ഇനി നമ്മുടെ ഈ ഒരു സ്മൂത്തി റെഡിയാക്കാനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് 2 കപ്പ് നല്ലോണം തണുപ്പിച്ചിട്ടുള്ള പാലാണ്. നമുക്ക് പാക്കറ്റിലൊക്കെ കിട്ടണ പാലില്ലേ, അതെല്ലാം തന്നെ പാസ്ചറൈസ്ഡ് മിൽക്കായിരിക്കും. നമുക്കത് ഡയറക്റ്റ് തന്നെ ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇപ്പോൾ നിങ്ങൾ എടുക്കുന്നത് വീടുകളിൽ നിന്നൊക്കെ വാങ്ങിക്കണ പാലാണെങ്കിൽ അത് നല്ലോണം തിളപ്പിച്ച ശേഷം മാത്രം വേണം കേട്ടോ തണുപ്പിച്ചെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഇപ്പോൾ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഓട്സാണ്. കൂടെ തന്നെ 2 റോബസ്റ്റ പഴം കട്ട് ചെയ്തതും കൂടെ ചേർക്കണുണ്ട്. വലിയ പഴമാണ് എടുക്കണതെങ്കിൽ ഒരെണ്ണം മതിയാകും. അതുപോലെ നന്നായിട്ട് പഴുത്തിട്ടുള്ള പഴം എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. അപ്പോഴാണ് നമ്മുടെ ഈ ഒരു സ്മൂത്തിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കുതിരാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഡേറ്റ്സും കാഷ്യൂസും ഇല്ലേ, അതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് എക്സ്ട്രാ പഞ്ചസാര ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ചേർത്തിട്ടുള്ള ഡേറ്റ്സിനും പഴത്തിനും ഒക്കെ നല്ല മധുരം ഉണ്ടാവും. നിങ്ങൾക്ക് കുറച്ച് കൂടുതലായിട്ടൊക്കെ മധുരം വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്തോളൂ. ഞാൻ പക്ഷേ ചേർക്കണില്ല. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം. ഇത്രേ ഉള്ളൂ നമ്മുടെ ഓട്സ് സ്മൂത്തി. ഇനി ഇതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ചേർത്തിട്ടുള്ള പഴത്തിൻ്റെയും ഡേറ്റ്സിൻ്റെയും ഒക്കെ ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഈ ഒരു സ്മൂത്തിക്ക് മുന്നിട്ട് നിൽക്കുക. നമ്മുടെ ചാനലിൽ കുറേ ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസിൻ്റെ വീഡിയോസൊക്കെ ഉണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. കാണാനായിട്ടൊരു ഭംഗിക്ക് വേണ്ടിയിട്ടും ഇത് കുടിക്കണ സമയത്ത് ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടും ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പിസ്ത ചോപ്പ് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കണുണ്ട്. ഇങ്ങനെ ചെയ്യണമെന്ന ഒരു നിർബന്ധമില്ല. ഓട്സൊക്കെ വെച്ചിട്ട് ഇതുപോലെ സ്മൂത്തി തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കണേ. എന്നിട്ട് അഭിപ്രായം പറയാനും മറക്കല്ലേ. താങ്ക്